So, we're starting here, but starting it all. Can we start with a big round of applause for Karun? Starting on this. That's a powerful team here. And നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. Let's see the teaser of Karun. ഫസ്റ്റ് സ്പീച്ച് വെൽക്കം, എല്ലാവർക്കും ജസ്റ്റ് വെൽക്കം പറയാൻ പോകുന്നു. കടുവിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ട് I will start with Listin. ഞാൻ പൃഥ്വിരാജുമായിട്ട് രാജു മുമ്പേ പറഞ്ഞു 3 എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ എഗ്രിമെന്റിൽ തന്നെയുണ്ട് സംസാരിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും പുള്ളി തന്നെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടിട്ട് പുള്ളി തന്നെ അതെല്ലാം ക്ലാരിഫൈ ഈവൻ ചെയ്യുന്നതാണ്. അല്ല അതാണ്. അപ്പൊ അതിൽ നിന്നങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയൊരു സിനിമ ഇപ്പൊ ഞാൻ കുറെ അധികം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ നിർമ്മിച്ച സിനിമകളിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമയാണ്. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഫൈറ്റുകൾ ഷാജോന്റെ സിനിമ ആയിരുന്നു, പക്ഷെ അത് മാറി. ഫൈറ്റുകൾ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഒത്തിരി ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുപോലെ തന്നെ ഈ കോവിഡിന്റെ ഒരു ഏറ്റവും പീക്ക് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറെ ഷെഡ്യൂളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ ആദ്യം ഈ പാൻ ഇന്ത്യൻ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഹൈദരാബാദില്, ബാംഗ്ലൂര്, ചെന്നൈയിൽ എല്ലായിടത്തും പോയി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പങ്കാളിയായിട്ടുണ്ട്. ഇതൊന്ന് മലയാള ഇൻഡസ്ട്രി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ മറ്റു ലാംഗ്വേജിൽ നിന്ന് വരുന്ന സിനിമകൾ ഇവിടെ എടുക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതിന് ക്ലാപ്പടിക്കുന്നു, അതിനൊരു ഭയങ്കര ഇനിഷ്യൽ ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ അതായത് ഈ റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതൽ ഇവൻ എടുത്തുകൊണ്ടിട്ടിരിക്കുന്നത്. അപ്പം അതൊന്ന് മാറി രാജുവിന് തന്നെ പേടിയാണ് ചില സമയത്ത്. ഇതെന്താണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കുമോ എന്നുള്ളത് തന്നെ. ഞാൻ പറഞ്ഞു രാജു ഒരു ധൈര്യം കാട്ടിയാലേ ഉള്ളൂ മറ്റുള്ളവർക്കൂടെ ഇപ്പൊ ഇവന് ഇത് ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലാണ് ഇത് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാജുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, നമ്മൾ ഇതൊക്കെ കാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ രാജുവിന്റെ ഒരു തീരുമാനം അറിയാലോ, പോവെങ്കിൽ പോവട്ടെ, കുഴപ്പമില്ല, നമുക്കത് ഇതല്ല ഇതിന്റെ അപ്പുറവും കണ്ടിട്ടുള്ളതാണ് എന്നുള്ള ലെവലിലാണ് രാജു ഇരിക്കുന്നത്. സോ അതുകൊണ്ടിട്ട് കടുവയിൽ നമ്മളൊരു വീണ്ടും ഒരു പരീക്ഷണം നടത്തുകയാണ്. സോ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഇനി ഷാജി ചേട്ടൻ വന്നിട്ടില്ല, ജിനു വന്നിട്ടില്ല. അപ്പം അവരെല്ലാം ഇപ്പോഴും ഇതിന്റെ വർക്കുകൾ തീർന്നിട്ടില്ല, അതുകൊണ്ടിട്ടാണ് വരാത്തത്. പിന്നെ വിവേക് ഒബ്രോയ് ഈ സിനിമയില് രാജുവിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. നമ്മളിപ്പം സിനിമയിലൊക്കെ ഇപ്പം പറയാം, എല്ലാവരും വന്നിട്ട് അഭിനയിച്ചു കഴിയുമ്പോൾ ബിഫോർ ഡബിങ്ങിന് മുമ്പ് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് പോകുന്നവരാണ് എല്ലാവരും. കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടിട്ട്. പക്ഷെ വിവേക് ഒബ്രോയിനെ സംബന്ധിച്ച് അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് ഫുൾ പൈസ പോലും ഈവൻ വാങ്ങിച്ചത്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു വണ്ടറിങ് ആണ്. ഇപ്പം ഷാജോണിനൊക്കെ ചിലപ്പോ സംശയമുണ്ട്. കാര്യം ഷാജോൺ പറഞ്ഞത് ഒരു പിടിയില്ലെങ്കിൽ ചിലപ്പോ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ സ്ഥലം വാങ്ങലുണ്ട്, ഫ്ലാറ്റ് വാങ്ങലുണ്ട്, ഫ്ലാറ്റ് മെയിൻ്റനൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് വാങ്ങും. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു ഡിഫറെന്റ് അനുഭവമായിരുന്നു ഫ്രം വിവേക് ഒബ്രോയ്. നോ പ്രോബ്ലം. സോ അതുകൊണ്ടിട്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. നിങ്ങളുടെ എല്ലാം വലിയ സപ്പോർട്ട്, അനുഗ്രഹം, പ്രാർത്ഥന, ഹെൽപ്പ് ഒക്കെ ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. കാര്യം ഈ സിനിമ നിങ്ങൾക്ക് ഒട്ടും കൊള്ളത്തിൽ നിന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് തന്നെ എഴുതിക്കുള്ളൂ. പക്ഷെ നമുക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് ഈ സിനിമ ഒരു ബോറടിപ്പിക്കുന്ന സിനിമയായിരിക്കത്തില്ല, ഒരു കൈയടിപ്പിക്കുന്ന സിനിമയാണെന്നുള്ളൊരു ഇത് കണ്ടതിന്റെ സ്ഥിതിക്ക് നമ്മൾ 2-3 പ്രാവശ്യം കണ്ടു, പലരെ കൊണ്ടിട്ട് കാണിച്ചു, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം
ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ പല ആൾക്കാർ ഇത് കണ്ടു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 2 മണിക്കൂർ 30 മിനിറ്റ്സ് ഈ സിനിമയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടവരുടെ ഒരു വിശ്വാസം. അതിന്റെ ഒരു ബലത്തിൽ തന്നെ പറയട്ടെ. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ തിയേറ്റർ നമ്മൾ മാക്സിമം തിയേറ്ററുകൾ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഒരു 350 തിയേറ്ററുകളോളം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. തിയേറ്ററുകാർ തന്നെ ചോദിക്കുകയാണ് ഈ സിനിമ നമുക്ക് വേണമെന്ന കാര്യം. അവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് ഇതുവരെയുള്ള പബ്ലിസിറ്റി ആയിക്കോട്ടെ, ഈ സിനിമയുടെ വന്ന ടീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീസറുകൾ ആയിക്കോട്ടെ, ഒക്കെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2019 ബിഗിനിങ്ങിൽ എപ്പോഴാണ് എന്റെ സ്ക്രിപ്റ്റ് കേട്ടത്. അന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ ആദ്യം എനിക്ക് തോന്നിയത് തന്നെ കുറെ നാളായാലും ഇങ്ങനൊരു സാധനം കേട്ടിട്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അടുത്ത ചെയ്യാൻ പോകുന്നതും മലയാളത്തിൽ കൺസിസ്റ്റന്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം നമുക്കറിയാവുന്ന പോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മനോഹരമായ സിനിമകൾ നമ്മുടെ ഒരു നല്ല ഫേസ് ആണ്. പക്ഷെ ഈ ഒരു ജോണർ, ഇത്തരത്തിലുള്ള ഒരു സിനിമകൾ മാത്രം സംഭവിക്കാതിരിക്കുന്നുണ്ടോ നമ്മുടെ ഇൻഡസ്ട്രി എന്നുള്ള ചിന്ത അന്നേ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 3 വർഷങ്ങൾക്ക് ശേഷം കടുവ റിലീസാകുന്ന സമയമാകുമ്പോൾ ഒരുപാട് സിനിമാ സ്നേഹികൾ ഷെയർ ചെയ്യുന്ന ഒരു സെന്റിമെന്റ് ആണ് അതല്ലേ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാസ് ആക്ഷൻ എന്റർടൈനേഴ്സ് ഉണ്ടാകുന്നില്ല, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആ ജോണർ എവിടെയോ നമ്മൾ കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നൽ. അപ്പൊ ആ ഒരു ഫൊഗോട്ടൺ ജോണറിന്റെ ഒരു അവേക്കനിങ് ആകട്ടെ ഈ സിനിമ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതൊരു 90കളുടെ തുടക്കത്തിൽ പാലാ കാഞ്ഞിരപ്പള്ളി ബെൽക്കിൽ നടക്കുന്ന ഒരു കഥയാണ്, ഒരു നാടൻ അടിപ്പടം ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ടിരുന്നപ്പോ ഫുൾ എന്റെ മനസ്സിലേക്ക് വന്ന, നമ്മൾ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഈ ചില കണ്ട സിനിമകളുടെ റെഫറൻസസും ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പൊ എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഓടിയെത്തിയ, നമ്മൾ ചെറുപ്പകാലത്ത് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കണ്ട് കൈയടിച്ച ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സുരേഷ് ചേട്ടന്റെയും ഒക്കെ സിനിമകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോ അതിൽ ഭൂരിഭാഗവും ആക്ച്വലി ഷാജിയേട്ടന്റെ സിനിമകളെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനത്തെ മേക്കിംഗ്, അങ്ങനത്തെ ടേക്കിങ്സ്, അത്തരത്തിലുള്ള ക്യാമറ മൂവ്മെന്റ്സും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനാണ് ആദ്യം ഷാജിയേട്ടനെ വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ട് ഷാജിയേട്ട ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ടു. അന്ന് 2019 തന്നെ അദ്ദേഹം മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 6-7 വർഷങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇതാണ് ഷാജിയേട്ടനെ തിരിച്ച് മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവായിട്ട് കാണേണ്ട സിനിമ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷാജിയേട്ടൻ ചെയ്യണം. ഷാജിയേട്ടൻ ചെയ്താൽ ഇതിൽ ഞാൻ അഭിനയിക്കാം, ഞാനിത് നിർമ്മിക്കുകയും ചെയ്യാം, എന്റെ സുഹൃത്ത് റിച്ചിനുമായിട്ട് ചേർന്ന് നിർമ്മിക്കുകയും ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഷാജിയേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചു, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതൊരു ഷാജി കൈലാസ് സിനിമയായി മാറുന്നത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഇത് 100% ഒരു ഷാജി കൈലാസ് സിനിമയാണ്. ഷാജിയേട്ടനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ട, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഷാജി കൈലാസ് സിനിമ കാണാൻ പണ്ട് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നോ പോയത്, അതെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് കടുവ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എനിക്ക് ഈ സിനിമ വർക്കാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ടും നിർമ്മിച്ച സിനിമ ആയതുകൊണ്ടും. പക്ഷെ അതിലുപരി എനിക്കൊന്നും ഈ സിനിമ വർക്കായാൽ ചിലപ്പോൾ ഇനിയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഇത്തരത്തിലുള്ള ഈ മാസ് മസാല ആക്ഷൻ എന്റർടൈനേഴ്സും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഒരു റെക്കറിംഗ് നെറേറ്റീവ് ആണ് നമുക്കിടയിൽ. ഈ നല്ല ആക്ഷൻ സിനിമകൾ കാണണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല മാസ് എന്റർടൈനേഴ്സ് കാണണമെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങൾ കാണണം എന്നുള്ളത്. ആ നെറേറ്റീവ് നമുക്ക് നിർത്തണം. മലയാളത്തിലും അത്തരം സിനിമകൾ വേണം. നമ്മൾ സൃഷ്ടിക്കുന്ന മനോഹരമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള സിനിമകൾക്കിടയിൽ ഇത്തരം സിനിമകൾക്കും ഒരു സ്പേസ് ഉണ്ടാകണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോഴാണ് ഒരു ഇൻഡസ്ട്രി ഫുള്ളി മൾട്ടി ഫസറ്റഡ് ആകുന്നത്. സോ അതാണ് എന്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. താങ്ക്സ് എ ലോട്ട് രാജു. ആൻഡ് ഈ ഒരു ആക്ഷൻ മാസ് മൂവി അല്ലെ, ഇപ്പോ വൺ സൈഡിൽ എനിക്ക് തോന്നി നമ്മൾ ഈ മലയാള സിനിമകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യമെന്ന് മറ്റ് ഭാഷകളിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന റൈറ്റിംഗ് ആണ്. നമ്മളിപ്പോ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ മൗണ്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള, വളരെ സൽഗുണ സമ്പന്നനായ ഒരു നായകനും എല്ലാ കുഴപ്പങ്ങളും ഉള്ളൊരു വില്ലനും, അത്തരത്തിലുള്ള നെറേറ്റീവ് അല്ല നമ്മുടെ സിനിമകൾക്ക് ഉണ്ടാകാറുള്ളത്. കടുവയിലും ആ ഗുണമുണ്ട്. ഞാൻ തമാശയ്ക്ക് എപ്പോഴും പറയും, സച്ചി തുടങ്ങി വെച്ച ഈ ഒരു മെയിൽ ഈഗോ ബേസ്ഡ് സിനിമകളുടെ ട്രിലജിയാണ് ഞാൻ കടുവയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും ദോഷിയും കടുവയും. അപ്പൊ കടുവയുടെയും പ്ലോട്ടിന്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് 2 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു ഈഗോ വിഷയമാണ്. വളരെ ചെറിയൊരു സ്ഥാനമാണത്. ഇവര് 2 പേരും ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചാൽ 5 മിനിറ്റിൽ തീരാവുന്ന ഒരു ഇഷ്യൂ ആണത്. പക്ഷെ 2 പേരുടെയും പേഴ്സണാലിറ്റി എന്താന്ന് വെച്ചാൽ അത് വേണ്ട, ഞാൻ അങ്ങനെ ഇപ്പൊ അവനെ പോയിക്കൊണ്ട് സോറി പറയുന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങി ഇതിങ്ങനെ വലുതായി
കടുവയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞത് സ്റ്റേറ്റ് മെഷീനറിയും സ്റ്റേറ്റ് ഗവൺമെന്റും പോലീസ് ഫോഴ്സും എല്ലാവരും ഇൻവോൾവ് ആകുന്ന ഒരു വലിപ്പത്തിലേക്ക് അത് വളരുന്ന ഒരു പ്രവണതയാണ് കടുവയുടെ കഥയുടെ. മാത്രമല്ല അയ്യപ്പനും കോശിയും എന്നൊക്കെ പറഞ്ഞ സിനിമകൾ വളരെ റൂട്ടഡ് ആയി റിയൽ ആയി ഡ്രമാറ്റിക് അല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ്. കടുവ അങ്ങനെയല്ല. കടുവ എല്ലാ സിനിമാറ്റിക് ലിബർട്ടീസും എടുത്ത ഒരു മെയിൻ സ്ട്രീം മാസ് ആക്ഷൻ എന്റർടൈനറിന്റെ സിനിമാറ്റിക് ലാംഗ്വേജിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പൊ ഇതില് ഒരാൾ നല്ലവൻ മറ്റൊരാൾ മോശക്കാരൻ എന്നുള്ള ഒരു വേർതിരിവല്ല. ഈ രണ്ടുപേർക്കും ശരികളും തെറ്റുകളും ഉണ്ട്. രണ്ടുപേരും ഈ കഥയുടെ പല ഭാഗങ്ങളിലായി തെറ്റുകളും ശരികളും ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഈക്വലി പവർഫുൾ ആയിരിക്കണം എന്ന് ഈ സ്ക്രിപ്റ്റിൽ തന്നെയുണ്ട്. ഈ രണ്ടും ഈക്വൽ ഫോഴ്സസ് ആണ്. ഒരു ഇമ്മൂവബിൾ ഓബ്ജക്ട് മീറ്റിംഗ് അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് എന്ന് പറയുന്ന പോലെ രണ്ടുപേരും ഈക്വൽ ഫോഴ്സസ് ആണെന്നൊരു തോന്നൽ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം എന്നുള്ളത് ഈ സ്ക്രിപ്റ്റിൽ തന്നെയാണ്. അപ്പൊ അതിന് ഞങ്ങൾ കാസ്റ്റിംഗ് ഓപ്ഷൻസിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞാനാണ് വിവേകിന്റെ പേര് ആദ്യം സജസ്റ്റ് ചെയ്തത്. വിവേകിന്റെ പേര് പറഞ്ഞ എല്ലാവരും ഇമ്മീഡിയറ്റ്ലി മുപ്പര് വന്ന മുപ്പരനായിരിക്കും, മുപ്പരെ ഞാൻ കൊണ്ടുവരുമല്ലോ, അങ്ങനെയാണ് ഞാൻ വിളിച്ച് ഞാൻ ഡൂ ദിസ് ഫോർ മീ എന്ന് പറഞ്ഞു. ഞങ്ങൾ ലൂസിഫർ മുതൽ വലിയ സുഹൃത്തുക്കളാണ് നമ്മള്. ഇൻഫാക്ട് അങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല. നമ്മൾ സിനിമ ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് സിനിമയ്ക്ക് വെളിയിലും ആ റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് doesn't happen with everyone after every film. But Vivek and me are now truly, we share a bond beyond cinema. Our families know each other. അപ്പോ ഞാൻ വിളിച്ചിട്ട് ഞാൻ വേറെ ചോദ്യമൊന്നും വേണ്ട, ഇപ്രാന്തി വരണമെന്ന് പറഞ്ഞു. ഒരു ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലല്ല ആക്ച്വലി. വിവേകിന് സിനിമയ്ക്ക് വെളിയിൽ ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നുണ്ട്. സിനിമ സോ അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളായതുകൊണ്ട് വിവേക് ആ സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി ഇത്രയും പ്രശ്നങ്ങൾ സ്റ്റോപ്പേജസും വീണ്ടും ഷെഡ്യൂളുകളും ഒക്കെ ആയ ഒരു സിനിമയ്ക്ക് ഓരോ പ്രാവശ്യവും സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി സിനിമ ഒന്ന് ചെയ്തു എന്ന് പറയുന്ന എത്ര വലിയൊരു എഫേർട്ട് ആയിരുന്നു എന്നുള്ളത് മറ്റാരേക്കാളും എനിക്കറിയാം. ഫോർഎവർ ബി താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ്. ഇതിലെ ജോസഫ് ചാണ്ടി എന്ന് പറയുന്ന കഥാപാത്രം വിവേക് ഓബ്രോയ് എന്ന നടൻ ചെയ്തു എന്നത് 100% ഈ സിനിമയ്ക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നും വിവേകിനെ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് I can confidently say he's nowhere near fully explored as an actor. So he's like more to be explored. Absolutely. Okay, so let's see like what he gonna say, Vivek Oberoi. What do you have to say? Like it was like the pehla movie jo tha, that was with Mohanlal sir, right? And company. And then you did a movie with both of them, Prithviraj and Mohanlal sir and Lucifer. And now you are with Prithviraj sir for this movie. So how was the experience and what do you have to say about this movie on an all over thing? The experience was horrible. No, I love Prithvi. I think he's a phenomenal powerhouse of talent. Only problem I have is he makes everybody insecure because he does so many things, man. I mean, yesterday I made a statement. I said that Prithviraj is Kerala's Kamal Haasan. I know it's a big statement to make, but look, he's able to act, dance, produce, edit, write, sing. Oh my God, what doesn't he do? Only Samyuktha is safe. Even if he shaves, he can't do her role. Huh? So, no, but true, honestly, from the heart, really, really proud of this guy. He's so committed. He lives, breathes, eats, drinks, sleeps cinema. I mean, he's constantly, you see him, he's so focused and committed and he loves cinema so deeply. And it's amazing to see that. He and I both shared a 20-year journey. And he's 20 years in the industry, this year is my 20 years in the industry. But if I just see everything that Prithvi has achieved in comparison with myself, he's achieved so much more as a creative person because of that sheer dedication, passion and single-minded focus. And that's amazing. It's amazing to work with somebody like that. He inspires me in many, many ways. And I love the experience of working here. And like I said, I didn't do the film for money. Listin promised me a Ferrari. Listin promised me a Ferrari at the end of the film. Success. I'm sure he'll bring one toy Ferrari and give it to me, knowing Listin. No, didn't do it for money for a simple reason. I really loved the experience of working with this team and just spending time with these amazing people. Working with legendary director like Shaji was also an amazing experience. Working with this ever-smiling guy, Listin, was also amazing. I mean, we were shooting a massive action sequence. Our climax was going on. And Listin comes smiling to me and said,
sir, back up. And I'm thinking, it's just 2:33 in the morning. We are supposed to shoot till 4:30 in the morning. Why is he saying back up? And he's smiling. He says, go, sir, no problem. So tomorrow we'll shoot. I'm thinking, okay, what happened? Only next day I find out that there was actually like a riot kind of situation in the set, and he was smiling. So this kind of amazing team, it was a dream team to work with. I really enjoyed it. Of course, the role of Joseph was also a very exciting character for me. I mean, to play something like that, I've learned a new word like Palachan. Yeah, so it's kind of like a new species of being. But it was fun. It was fun playing that character, understanding the culture, understanding the relationship, working with Priyanka, working with Seema auntie. It was amazing to work with all these people. It was a really good experience. Okay, in your perspective, is Joseph gonna stand over Bobby? Bobby and Joseph are two different guys completely. See, Bobby is like this charming devil in disguise, right? He just knows smoothly how to make his things happen, how to lie, how to manipulate, how to cheat. He'll play anything. Joseph is actually the other end of the spectrum. So if you look at Kurvacha is larger than life. Kurvacha is rough. Kurvacha is Kaduva is very local. Joseph is the opposite. Joseph is dignified, educated, classy, well-traveled. He lives in Trivandrum also, comes back home also. He has the authority and the power that kind of authority gives him, that uniform gives him. He's a good cop. He's an honest cop. He's a good Christian who loves to go, to church every Sunday. He's a pillar of his community. He's a good father, good husband, wonderful son. He really wants to make his mother proud, his family honor, name, everything means a lot to him. What I loved about Joseph's character is to see one small sin, right? Which is the sin of arrogance, the sin of ego. One small thing like that becoming like a virus, in his mind and corrupting him. He could have easily just sorted the situation with Kaduva. He could have just said, listen man, it's okay, sorry, forget about it. But that one ego, that male ego, that drove him to say, no, I'm going to hit back. If he gave me one, I'll hit him two. That drives you to do things that you would not do normally, and then takes you down a very, very negative spiral. So for me, Joseph's character was exploring that kind of story where a regular guy, a good guy, can take things to such a point just out of ego. This overcompensation, over-attacking for something that somebody has done to him. That I've never done in 20 years of my career. I've never done a character like that. So for me, it was a very different exploratory journey. I didn't want to play Joseph like a very larger-than-life guy who's, pulling his collar. I've done a lot of that. For me, I wanted to play a very serious, simple, honest guy who's looking straight. Bobby's still very stylish. Joseph is very, very real. Nice. So we're looking forward to see you on the screen as Joseph Chandy. Thank you, man. Yeah, and Samyuktha, it's to you. Like, how was your experience, Sukumaran? How was Kaduva, the experience? എനിക്ക് കടുവ ഞാൻ ഷാജി സാറ് സിനിമകളെല്ലാം ഈ കണ്ടു വളർന്നു എന്ന് പറയാം. പക്ഷെ പല സിനിമകളും ഞാൻ തിയേറ്ററിലല്ല കണ്ടിട്ടുള്ളത്. 2000-2001 അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ ഒരുപാട് വന്നിട്ടുള്ളത്. ഞാൻ പലപ്പോഴും TV-യിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ കാണുന്നത് ചിന്താമണി കൊലക്കേസാണ്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വാശി പിടിച്ചത് സിനിമ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ വാശി പിടിച്ച് എൻ്റെ അമ്മയും മുത്തശ്ശനും കൂടിയാണ് എന്നെ ആ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ അന്ന് ആ പാലക്കാട് തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഓളം, ആ ഒരു എന്താ പറയാ, സിനിമ കാണുക എന്നുള്ളതിന് ഉപരി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് എനിക്ക് ഇതുപോലെയുള്ള വലിയ സിനിമകൾ, തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കുന്ന സിനിമകൾ, ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനേഴ്സ് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. അയ്യപ്പനും കോശിയുടെ ഒരു കമേഴ്ഷ്യൽ വേർഷൻ ആയിട്ടുള്ള തെലുങ്കില് ഭീംല നായിക ഇത് റീമേക്ക് ചെയ്തത് ഞാനാണ്. അപ്പൊ എന്റെ ആദ്യത്തെ തെലുങ്കിലെ റിലീസ് അതായിരുന്നു. എനിക്ക് അതിൻ്റെതായിട്ടുള്ള പേടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എൻ്റെ 2-3 സുഹൃത്തുക്കളെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ആദ്യമായിട്ട് തെലങ്കാനയിൽ ഹൈദരാബാദിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ ഭീംല നായികാണ്. വൈകുന്നേരത്തെ ഷോവിനാണ് പോകുന്നത്. ഒരു സാധാരണ തിയേറ്ററാണ്, ഒരുപാട് പേര് കാണാനുണ്ട്. അന്ന്
ഒരു ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് അതിനകത്ത് നടക്കുന്ന ഒന്നും പലപ്പോഴും ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം അവർ ഈ കുറെ പേപ്പർ കട്ടിങ്സ് എറിയുന്നുണ്ട്, ഇല്ലെങ്കിൽ അവര് ആര് വന്നാലും അവര് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഒച്ച, ബഹളം, സന്തോഷം, ചിരി, ക്ലാപ്പ്, ഇത് മൊത്തം കഴിഞ്ഞാൽ ഇവരെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവർക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ആരും തരുന്നറിയില്ല. അവരെന്റെ സമയത്ത് സമയത്തേക്ക് എന്താ പറയുന്നത്. അപ്പൊ എനിക്കും മുഴുവനായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് റീഡിഫൈൻഡ് ആയത് അന്നാണ്. ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയിൽ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഞാനന്നിങ്ങനെ പറഞ്ഞു, ഓക്കെ കടുവ ഇറങ്ങുന്നുണ്ട്, അന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ തിയേറ്ററിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് സുകുമാരന്റെ ബ്രാൻഡ്, ഇത് ഞാൻ സിനിമയിൽ വന്നപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു പേരാണ്. ഞാൻ ആദ്യം ദില്ലി ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്ഷൻ E4 എന്റർടൈൻമെന്റ് ആണ്. അവരെ തൊട്ട് മുമ്പത്തെ സിനിമ എസ്ര ആയിരുന്നു. അന്ന് പ്രൊഡ്യൂസർ ആയിട്ടുള്ള സീരീസ് സരചേട്ടൻ ഇങ്ങനെ പറയുന്നത്, സോറി രാജു സർ അങ്ങനെ കുറെ ഞാൻ കേട്ടു. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അടുത്ത ഞാൻ ചെയ്യുന്നത് തീവണ്ടിയാണ്. തീവണ്ടിയുടെ പ്രൊഡ്യൂസേഴ്സ് ഓഗസ്റ്റ് സിനിമ, ഷാജി നടേശൻ. ഷാജി ചേട്ടൻ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചപ്പോ, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോ, ഷാജി സാർ DP ഭയങ്കര ഉഗ്രനാണ്. അതില് പൃഥ്വിയുടെ ഒരു ഫോട്ടോ ആണ്, ഈ ചിരി കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ. അപ്പോ എനിക്ക് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, എന്നെ തീവണ്ടിയുടെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഒരു ഫോട്ടോ പൃഥ്വിക്ക് അയച്ചു കൊടുത്ത അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ് യഥാർത്ഥ അഭിപ്രായം പറഞ്ഞതെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സോ അന്നും ഞാൻ കേൾക്കുന്നു. പിന്നീട് തീവണ്ടി റിലീസ് ആവുന്ന സമയത്ത് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് തിയേറ്റർ വിസിറ്റിന് പോയപ്പോ അന്ന് ലൂസിഫറിന്റെ ഷൂട്ട് നടക്കുകയാണ്. അന്നാണ് ഈ ചർച്ചകൾ മുഴുവൻ ഞാൻ കേൾക്കുന്നത്. അത്ഭുതത്തോടു കൂടിയാണ്. അതായത് ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ആ ലെൻസിനെ കുറിച്ച് പറയും, അത് പറയും, ഇത് പറയും. അതായത് ഇതിലെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു സഞ്ചരിക്കുന്ന ഫിലിം സ്കൂളായിട്ടാണ് എനിക്ക് ഇതാണ് എനിക്ക് വെരി എക്സൈറ്റഡ്. ഇങ്ങനെ സന്തോഷായില്ലേ? ബാംഗ്ലൂർ പോയപ്പോ പൃഥ്വി സർ, തെലങ്കാനയിലെ ഹൈദരാബാദിലെ പൃഥ്വി ഗാരു, ചെന്നൈയിലെ പൃഥ്വി അണ്ണൻ. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട്, ഒരു മലയാളത്തിൽ ഇറങ്ങിയിട്ട് ഒരു 1.5 വർഷം കഴിയുന്നു. യെസ്, ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ് ആൻഡ് യെസ്, വർക്കിംഗ് വിത്ത് എന്റെ അമ്മ ഭയങ്കര ഫാനാണ്. Thank you. That's it. I'm genuinely a fan because Samyuktha can speak Tamil, Telugu, Malayalam, Kannada, Hindi, Nepali, Afrikaans. You name the language, she is fantastic at it. Throughout this whole tour, I'm bending like this. Absolutely. So every time you'll see me in all the photos and all the press conferences like this, listening to her. She's better than Google Translate. എന്നുള്ളത് അത് ഈ സിനിമയിലാണ് അത് സാധിച്ചത്. അതിന്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു പക്കാ അടിപ്പടമാണ്. എന്താണ്, നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് വിസിലടിച്ച് കൈയടിച്ച് നമ്മൾ ഒരു ആഘോഷമാക്കാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ മൂവി ആയിരിക്കും കടുവ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. ഒരു 5-6 ഇടിയും ഒക്കെ ആയിട്ട് രാജ്യം വാരി വലിച്ചിട്ട് ഇടി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാം കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. വെയിറ്റ് ചെയ്തിരിക്കുന്നു സിനിമ. ഹാപ്പിയാണ്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സുധീരേട്ടൻ എന്നാണ് പറയാനുള്ളത് ഒരു കടുവ എക്സ്പീരിയൻസ്. നമസ്കാരം. നമ്മുടെ ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമാന്തര സിനിമകളായിരുന്നു വളരെയധികം നേരത്തെ പേര് കിട്ടുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയേക്കാൾ മറ്റ് സിനിമകളായിരുന്ന ഈ സമയം തീർച്ചയായും മലയാള സിനിമയും അത്തരത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഈ കടുവയിൽ ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, വരുന്ന ഈ സിനിമ എല്ലാവരും നല്ല പ്രതീക്ഷയോടെയാണ്. നല്ലൊരു പ്രൊഡ്യൂസറായ ശ്രീ സ്റ്റീഫനും എല്ലാം ഉണ്ട്. We are all waiting for the angry young hero. Thank you a lot. Rahul, over to you.
രാഹുൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ഒരു ഓൺ സ്ക്രീൻ അനിയൻ എന്ന് ചിന്തിക്കുമ്പോൾ മെയിൻ ആയിട്ട് എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഒരു ഫേസ് ഇതായിരിക്കും ഇപ്പോൾ. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് അബൌട്ട് കടുവ? Absolutely, I mean, wonderful experience. നിങ്ങൾ തന്നെ നോക്കൂ, ഷാജി കൈലാസ് ഡയറക്ടർ, ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ലിസ്റ്റിൻ്റെ കൂടെ. പൃഥ്വിരാജ്, വിവേക്, ഓബറോയ്, വെരി കാൻ ഗെറ്റ് വെരി ബിഗർ. ഇതിനെക്കാട്ടും വലിയൊരു ഒരു ഫ്രെയിം ഇല്ല. സോ അതിൽ ഒരു കമേഴ്ഷ്യൽ, എനിക്ക് രാജുവിനെ ഇഷ്ടപ്പെടുന്ന സിനിമ. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, എനിക്കും രാജുവിന് വലിയൊരു ഏജ് ഡിഫറൻസ് ഇല്ല, എന്നാലും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ട സിനിമകളിലും എനിക്ക് രാജുവിനെ കാണാൻ ഇങ്ങനെ ഇഷ്ടം. ഡയലോഗ്, സ്ക്രീൻ നോക്ക് ഡയലോഗ് പറയുക, park behalo, you know. After a long time, you get to see a very big mass, larger life entertainer. I'm extremely happy to be part of this. എല്ലാവരും എനിക്കറിയാം. ജിനുവിൻ്റെ കൂടെ റൈറ്റർ അദ്ദേഹത്തിനോട് ഇപ്പോൾ രണ്ടാമത്തെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന ആഡം ജോൺ. അഗെയിൻ ദാറ്റ്സ് താങ്ക്സ് ടു രാജു. ഇതിലൊക്കെ DOPs, 2 DOP, ഇതിലെല്ലാവരും 2 ആൾക്കാർ, 2 DOP, 2-3 ഫൈറ്റ് മാസ്റ്റേഴ്സ്, Abinandhan and Sujit Vasudev, both of them are very dear friends of mine. So നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. You would love, I would want Raj to do more of these movies. So that's about it. I think a lot of people love you in the mass roles. അലഞ്ചേരൻ എന്താണ് ഒരു നമ്മുടെ കടുവ മൂവിനെ കുറിച്ച് പറയാനുള്ളത്? That's what we want to know. ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഇതൊരു പക്ക അടിപ്പടം തന്നെയാണ്, ഒരു ഷാജി കൈലാസ് മൂവി. അത് നിങ്ങൾ തിയേറ്ററിൽ കൈയടിച്ചും ബഹളമുണ്ടാക്കിയും ചിരിച്ചും പ്രകമ്പനം കൊള്ളിപ്പിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത്തരം ആക്ഷൻസ് ഉണ്ട്. ഞാൻ ഈ സിനിമയിൽ ഇവരുടെയൊക്കെ ഫൈറ്റ് കാണുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും മനസ്സോട്ട് വിചാരിച്ചു, കുറച്ച് ലേറ്റായി വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ തൂങ്ങിക്കിടക്കേണ്ടി വന്നേനെ. ഞാൻ ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കടുവയുടെ കൂടെ നടക്കുന്ന പല്ലുകൊഴിയാത്ത ഒരു പുലി, അത്ര മാത്രമേ ഉള്ളൂ. Okay, thanks a lot, Alanjirada. And so, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു അടിപടം, right? And ഒരു ഷാജി കൈലാസ്, we are expecting to be a very huge hit. And ഇനി ചോദിക്കാനുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. So, over to you. We are opening the open questions out here for the team. And be ready to answer them. Yes, so let's start at Arkan. Yeah, it's a warning, basically. Yes, so let's start the session. And who's gonna ask the first question? Like, we can just give them the mics. Yeah. Hi. My name is Samyuktha and an anecdote media. രാജേന്ദ്രനാണ് ചോദ്യം. 2019 ഈ ഒരു മൂവി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അന്യഭാഷകളിലോട്ട് ഇത് റീമേക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവും, അതോ ഇപ്പോ പാൻ ഇന്ത്യ മൂവീസ് ആണോ ട്രെൻഡ്, അതിന്റെ ഭാഗമായിട്ടാണോ റീമേക്ക്? ഈ റീമേക്കുകളുടെ കാലം പതുക്കെ അന്യാധീനപ്പെട്ടു പോകും എന്നൊരു തോന്നലുള്ള ഒരാളാണ് ഞാൻ. എന്താ വെച്ചാല് ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഭോജ്പുരി ഭാഷയിലൊരു ഗംഭീര സിനിമ ഇറങ്ങും. അത് തിയേറ്ററിൽ ഇറങ്ങി ഒരു 4 ആഴ്ച കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് സർവീസിൽ വരും. ഈ സ്ട്രീമിംഗ് സർവീസിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് കേൾക്കും, ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ ഹോട്ട്സ്റ്റാറിലോ സോണി ലിവിലോ സിയിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ഭോജ്പുരി ഫിലിം ഉണ്ട്, ഗംഭീര പടമാണ്, കാണണം. അറ്റ്ലീസ്റ്റ് നമ്മളിലെ സിനിമാ സ്നേഹികളെങ്കിലും സബ് ടൈറ്റിൽ വെച്ചോ അല്ലെങ്കിൽ മേ ബി ഒരു മലയാളം ഡബ് ഉണ്ടെങ്കിൽ അങ്ങനെയോ ആ സിനിമ കാണും. അപ്പം അതേ സംവിധായകൻ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ, എന്റെ സിനിമ കഴിഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാ ഭാഷകളിൽ നിന്നും ഇത്രയും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടി, അപ്പൊ എന്റെ അടുത്ത സിനിമ ഞാൻ ഇനി എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യാവുന്ന ഒരു തോന്നൽ ആ സംവിധായകനും നിർമ്മാതാവിനും ഉണ്ടാവും. ഇപ്പൊ ജനഗണമന, നമുക്കിപ്പോ ഈ ജനഗണമന റിലീസായി, അങ്ങനെ ഒരു വൈഡ് റിലീസും ഇല്ലായിരുന്നു. ഡബ്ഡ് വേർഷൻസ് ഒക്കെ ചില മൾട്ടിപ്ലെക്സുകളിൽ റിലീസ് ചെയ്തുവെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ വന്നേ പിന്നെ ആ സിനിമയുടെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ആലോചിക്കണം, അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ എല്ലാ ഭാഷയിലും ചെയ്തത് ഇറക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് തന്നെ ഉണ്ട്. കടുവയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പാൻ ഇന്ത്യ എന്നാണ് പറയുന്നത്, അത് വേറൊരു ചർച്ചാ വിഷയമാണ്. ഞാൻ നേരത്തെ 1-2 ഇന്റർവ്യൂസിൽ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സിനിമകൾ റിലീസ് ആവുന്ന വിവരവും ആ സിനിമകളെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഇനി മുതൽ നമ്മൾ തന്നെ നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് രാജ്യമെമ്പാടുമുള്ള ആൾക്കാർക്ക് ആ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു കാലം ആയി എന്നാണ് എന്റെ തോന്നുന്നത്. ഇതിപ്പോ കടുവ നമ്മൾ 5 ഭാഷകളിൽ ഡബ് ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തതുകൊണ്ട് ഇനി എക്സ്ട്രാ കുറെ കോടികൾ റവന്യൂ ഉണ്ടാകും എന്നുള്ളതല്ല അതിന്റെ. ഇന്നിപ്പോ ഒരു വലിയ തെലുങ്ക് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളില്ലാതെ വാർത്തയാവുന്നില്ലേ? ഒരു വലിയ കന്നഡ പടം റിലീസാകുമ്പോൾ നമ്മുടെയൊക്കെ മാധ്യമങ്ങൾ അത് വാർത്തയാകുന്നില്ലേ? ഒരു വലിയ മലയാള സിനിമ റിലീസാകുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങളിൽ അത് വാർത്തയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പൊ ആ ഒരു പ്രോസസ്സിന്റെ തുടക്കമായിട്ട് മാത്രമാണ് ഞാൻ ഈ കടുവയുടെ ഈ മൾട്ടി സിറ്റി പ്രൊമോഷണൽ ടൂറിനെ കാണുന്നത്. ഇത് കടുവയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല, കടുവയിൽ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. ഇനി എന്റേത് എന്ന് മാത്രമല്ല, എല്ലാ വലിയ സിനിമകൾക്കും ദുൽഖർ കുറുപ്പിന് ചെയ്തതുപോലെയും ഞാനിപ്പോൾ കടുവയ്ക്ക് ചെയ്യുന്നത് പോലെയും രാജ്യമെമ്പാടുമുള്ള സിനിമാ സ്നേഹികൾക്കും മാധ്യമങ്ങൾക്കും മലയാളത്തിൽ നിങ്ങളൊരു സിനിമ റിലീസ് ആകുന്നു എന്നറിയുന്ന വിധത്തിൽ വേണം റിലീസ് ആക്കാൻ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. നരസിംഹവും വല്ലേട്ടനും ഡയറക്ട് ചെയ്ത ഷാജി കൈലാസിനെ ഓർക്കുന്നു. പിന്നീട് ആ ചിത്രത്തിന്റെയൊക്കെ ഒരു അപ്ഡേറ്റഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഈ ചിത്രം. സ്വാഭാവികമായിട്ടും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മോഡേൺ ഫിൽം മേക്കിംഗ് ടെക്നോളജി നമുക്ക് ആക്സസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ വ്യത്യാസം ആ സിനിമകളിൽ നിന്നൊക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞതുകൊണ്ടും ഫിൽം മേക്കിംഗ് ടെക്നോളജി ബെറ്റർ ആവുമ്പോൾ സിനിമ ബെറ്റർ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ആ വ്യത്യാസം നിങ്ങളുടെ വ്യൂയിങ് എക്സ്പീരിയൻസിലുണ്ടാവും. ഇന്നിപ്പോ നമുക്ക് ബെറ്റർ ക്യാമറാസ് അവൈലബിൾ ആണ്, ബെറ്റർ സൗണ്ട് സിസ്റ്റംസ് അവൈലബിൾ ആണ്, നമ്മുടെ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ ബെറ്റർ ആയിരുന്നത്. തിയേറ്റേഴ്സ് എല്ലാം അറ്റ്മോസ് എക്വിപ്ഡ് ആണ്. അപ്പൊ ആ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇത് 90കളുടെ തുടക്കത്തിൽ നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ട് ഇതിന്റെ ഒരു എസ്തെറ്റിക്സും ലുക്ക് ആൻഡ് ഫീലും മാത്രമാണ് 90കളുടെ തുടക്കത്തിൽ നടക്കുന്നത് പോലെ. ഇതിന്റെ നരേറ്റീവിന്റെ സ്റ്റൈലും സ്പീഡും കഥ പറയുന്ന രീതിയും എല്ലാം മോഡേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫെമിലിയാരിറ്റി തോന്നിപ്പിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ ഈ മാസ് ആക്ഷൻ സിനിമകളുടെ, ആ ടെംപ്ലേറ്റ് സിനിമയ്ക്കുണ്ട്. പക്ഷെ ഈ കഥാഗതിയിൽ കഥ മുന്നോട്ട് സഞ്ചരിക്കുന്ന രീതിയിൽ ജെന്യുവൻ ആയിട്ട് പുതിയതെന്ന് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അല്ലാതെ ഇത് നിങ്ങൾക്ക് ഏതോ കണ്ടു മറന്ന കുറെ സിനിമകളുടെ സീക്വൻസുകൾ എടുത്ത് അടുക്കി വെച്ച പുതിയൊരു സിനിമ ഉണ്ടാക്കിയ സിനിമയല്ല. ഇതിലൊരു ജെന്യുവൻ കഥയുണ്ട്, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കഥയാണ്. ആ കഥ പ്രോഗ്രസ് ചെയ്യുന്ന സ്ക്രീൻ പ്ലേയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെ നമ്മൾ കുറച്ചു കാലമായിട്ട് അന്യാധീനപ്പെട്ടു പോയോ മലയാളത്തിൽ എന്ന് സംശയിക്കുന്ന ഒരു സിനിമാ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഹായ്, നമസ്കാരം. ഞാൻ RJ അലക്സ് ഫ്രം റേഡിയോ മെർസി. എന്റെ ചോദ്യം പൃഥ്വിരാജിനോടാണ്. നമുക്കറിയാം ഷാജി കൈലാസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അടി ഇടി വെടി അതിനപ്പുറത്തേക്ക് ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഒരു നെടുനീളൻ ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഈ ഒരു കടുവയിൽ ഉണ്ടോ? കടുവാക്കുന്നതിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഡയലോഗുകൾ പറയുന്നുണ്ടോ? എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ആസ്പെക്ട് ആണ്. അതായത് നമ്മൾ ഈ 90കളുടെ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ട് കൈയടിച്ചിരുന്ന സിനിമകളുടെ സ്വഭാവം ഈ വലിയ ഡയലോഗുകൾ പറഞ്ഞ് ആൾക്കാരെ കോരിത്തിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അത്തരം സിനിമകൾ ഞാനും കൈയടിച്ചിട്ടുണ്ട് കേട്ടോ. ലാലേന്റെ മമ്മൂക്കയുടെയും സുരേഷിന്റെ ഡയലോഗുകൾക്ക് ഞാനും തിയേറ്ററിൽ പോയി കൈയടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ശൈലി സിനിമകൾക്ക് പൊതുവെ മാറി വരുന്നുണ്ട് അല്ലെ? ഈ വെർബോസ് ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് മാറി അങ്ങനെ നെടുനീളൻ ഡയലോഗുകൾ പറയുക എന്നുള്ളത് മാറിയിട്ടുള്ളൊരു തരം സിനിമകളാണ്. ഓഫ്കോഴ്സ് ജനഗണമനയിൽ നെടുനീളൻ ഡയലോഗുകൾ ഉണ്ടായിരുന്നു, അത് പക്ഷേ കോടതി മുറിയിൽ പറയുന്ന വാദത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡയലോഗ്സ് ആണ്. കടുവയിലപ്പോ അങ്ങനല്ല. ഈ ഞാനോ വിവേകോ ഒന്ന് ഭയങ്കര ലെങ്തി ഡയലോഗുകൾ പറഞ്ഞിട്ട് തിരിഞ്ഞ് സ്ലോ മോഷൻ നടന്നു പോകുന്ന അങ്ങനത്തെ സിനിമയല്ല. പക്ഷെ ഈ പഞ്ച് ലൈൻസ്, മാസ് മൊമെന്റ്സ്, ലാർജർ ദാൻ ലൈഫ് മൊമെന്റ്സ്, ഒരു ഹീറോ റെപ്രസെന്റേഷൻ, ഇതെല്ലാം ഉള്ള സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഷാജിയേട്ടൻ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളെക്കാൾ കൂടുതൽ ആക്ഷൻ ഉള്ള ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ആക്ഷൻ വളരെ സിനിമാറ്റിക് ലിബർട്ടി എടുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഭയങ്കര അൺറിയൽ ആയിട്ടല്ല, എന്നാൽ ഒരു സിനിമാറ്റിക് ലിബർട്ടി ഒക്കെ എടുത്ത് വലിയ ലാർജർ ദാൻ ലൈഫ് രീതിയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയിരിക്കുന്നതും സമയം ചെലവാക്കിയിരിക്കുന്നതും എല്ലാം ഇതിലെ ആക്ഷൻ സീക്വൻസസ് ഷൂട്ട് ചെയ്യാൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഹലോ. അതൊരു യൂട്യൂബ് കമന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അത് വളരെ കുറച്ച് ക്യൂരിയസ് ആയിട്ട് തോന്നി. അതായത് ഇപ്പൊ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്നത് മുല്ലശ്ശേരി രാജഗോപാൽ എന്ന് പറയുന്ന ഒരാളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതുപോലെ ഇതിലെ കടുവാക്കുന്നിൽ കുറുവച്ചൻ, മേലെപ്പറമ്പിൽ കുറുവച്ചൻ അഥവാ പാലയിലുള്ള ഒരു ജോസ് കുറുവിന കുന്നേൽ എന്ന് പറയുന്ന ഒരാളെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള ഒരു രീതിയിൽ കമന്റ് ഇട്ടു. ആള് ഭയങ്കര കിടിലമാണ്, ലെജൻഡ് ആണ്, അവർക്ക് അറിയാത്തവർക്കുള്ള കഥയാണ് കടുവ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇങ്ങനൊരു റിയൽ ലൈഫ് പേഴ്സണുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, അതിലൊരു ലിറ്റിഗേഷൻ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ ഈ ഒരു ലിറ്റിഗേഷൻ വരുമ്പോഴാണ്. ഒരു റിയൽ ലൈഫ് പേഴ്സണാലിറ്റിയുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടെന്നൊരു ക്ലെയിം ഞാൻ അറിയുന്നത് തന്നെ ഇതിനൊരു കോടതിയിൽ ഒരു ലിറ്റിഗേഷൻ വരുമ്പോഴാണ്. അതിനു മുമ്പ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ആ ലിറ്റിഗേഷൻ നടക്കുന്നത് റൈറ്ററും അവരും തമ്മിലാണ്. കോടതികളിൽ നിന്നും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഉത്തരവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സിനിമ ഇപ്പോൾ റിലീസിന് ഒരുക്കുന്നത്. ജിനു പത്തനംതിട്ടക്കാരനാണ് ഇതിന്റെ റൈറ്റർ. സ്വാഭാവികമായിട്ടും ജിനു വളർന്നു വന്ന കുട്ടിക്കാലവും ജിനുവിന്റെ നാടും നാട്ടുകാരും എല്ലാം ജിനുവിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാകും എന്നുള്ളതാണ്, ആയിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും. കഥ പ്യൂർലി ഫിക്ഷണലാണ്. അത് ഞാൻ കഥ വായിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കഥ പ്യൂർലി ഫിക്ഷണലാണെന്നുള്ളതാണ് എന്റെ അറിവിനെ കുറിച്ച് അറിയുള്ളൂ. രാജുവിന്റെ പേര് സിറാജ്. അറിയാം. താങ്ക് യു.
രാജു ഇതിനു മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ നടന്റെ ഉള്ളിലും അവനെ കുറിച്ച് ഒരു ആത്മവിശ്വാസവും അവന്റെ ഒരു മികവും ഉണ്ട്. ആ മികവ് അല്ലെങ്കിൽ ആ ആത്മവിശ്വാസം ഇനിയും പുറത്തെടുക്കാൻ സംവിധായകനോ അല്ലെങ്കിൽ ആ എഴുത്തുകാരനോ ശ്രമിക്കണം. അയാൾ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്നിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്ന് ഓരോ നടനും കരുതുന്നത്. 2012 സിംഹാസനം എന്ന ചിത്രത്തിൽ ഷാജിയേട്ടന്റെ എഴുത്ത്, ഷാജിയേട്ടന്റെ സംവിധാനം. 10 വർഷങ്ങൾക്ക് ശേഷം രാജു ഷാജിയേട്ടനിലേക്ക് വീണ്ടും വരുമ്പോൾ എത്രത്തോളം അത് പുറത്തെടുക്കാൻ ഷാജിയേട്ടന് കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം പുറത്ത് നൽകാൻ രാജു എന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ട്? അത് ഞാൻ അഭിപ്രായപ്പെടേണ്ട കാര്യമല്ല. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ കാണുന്ന ആൾക്കാർ പറയേണ്ടതാണ്. പൃഥ്വിരാജ് എന്ന നടൻ സിംഹാസനത്തിൽ നിന്നും കടുവയിലെത്തുമ്പോൾ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പ്രേക്ഷകർ പറയേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അറ്റ് എനി പോയിന്റ് ഇപ്പോൾ ഒരു ആക്ടർ വിചാരിക്കുകയാണ് എനിക്കിനി ഒന്നും കൂടുതൽ ചെയ്യാനില്ല, ഞാൻ എന്റെ ബെസ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഒരു ആക്ടർ വിചാരിക്കുകയാണെങ്കിൽ അതൊരു വളർച്ചയുടെ ഒരു മുരൾച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നത്തിങ് മോർ ടു ഗ്രോ എന്നുള്ളൊരു തോന്നൽ വരും. എല്ലാ ആക്ടേഴ്സിനുള്ളിലും ഉണ്ടാകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഇനിയും ബെറ്റർ ആകാം, മൈ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. എന്റെ 100% പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ അറ്റൈൻ ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി നമ്മൾ ലാലേട്ടനോടോ മമ്മൂക്കയോടോ ഒരു സീനിയർ ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരും ഷെയർ ചെയ്യുന്ന ഒരു ചിന്തയാണത്. അപ്പൊ അത് എല്ലാ ആക്ടേഴ്സിനുള്ളിലും ഉണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഓൾ actors at one point will be at the mercy of the director. കാരണം ഒരു സംവിധായകൻ കൺസീവ് ചെയ്യുന്നത് പോലെയേ നമുക്ക് അഭിനയിക്കാൻ പറ്റും. ഒരു സംവിധായകൻ വെക്കുന്ന ഷോട്ടിനുള്ളിലേ നമുക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പൊ ഒരു ആക്ടറിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ സ്ക്രീനിൽ പകർത്തപ്പെടണമെങ്കിൽ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എങ്ങനെ ഗ്രാഫ് ചെയ്യണമെന്ന് മനസ്സിലാകുന്ന ഒരു സംവിധായകൻ ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഓഫ്കോഴ്സ് അഗ്രഗണ്യത്തിൽ ഒരാളാണ് ഷാജിയേട്ടൻ. ഈ മാസ് ഹീറോസ് ആയിട്ട് ആൾക്കാർ അഭിനയിക്കുമ്പോൾ അവരുടെ പെർഫോമൻസിനെ എങ്ങനെ ചാർട്ട് ചെയ്യണം, ഇവിടെ ഷോർട്ട് ഡിവിഷൻ, ഇവിടെ കട്ട്, ഇവിടെ ക്ലോസപ്പ്, കൗണ്ടർ റിയാക്ഷൻ, അത് കഴിഞ്ഞാൽ ട്രോളി, അതിന്റെ ഒരു മാസ്റ്ററാണ് അദ്ദേഹം. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ സിനിമയിൽ. ഹലോ, ഇവിടെയാണ്, ഇവിടെയാണ്. ഹലോ, ഹായ്. പൃഥ്വിരാജ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷാജി കൈലാസിന്റെ സിനിമകളെല്ലാം നമ്മൾ കണ്ടുപോയി, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. പൃഥ്വിരാജ് ഒരു ഡയറക്ടർ കൂടിയാണ്. ഷാജി സാറിൽ നിന്നും ഈ സിനിമയിലേക്ക് അഭിനയിക്കാനും ഡയറക്ഷൻ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഒരു മാർഗനിർദ്ദേശം കിട്ടിയിട്ടുണ്ട്? ഷാജിയേട്ടൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു, അത് എന്തൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്? ഷാജിയേട്ടൻ എന്നെ വിളിച്ചിരുത്തി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഷാജിയേട്ടൻ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻസ് ഒരാളാണ് ഷാജിയേട്ടൻ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഐവിശേഷ് സാറ്, ഷാജിയേട്ടൻ, ജോഷി സാറ്, ഭദ്രൻ സാറ്, ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണ്. വാട്ട് വാസ് സെഡ് ആൻഡ് ഡൺ മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ മുഖ്യധാര സിനിമയുടെ ഫിലിം മേക്കിംഗ് ലാംഗ്വേജിന് സിംഗിൾ ഹാൻഡഡ്ലി ഒരു മാറ്റം വരുത്തിയ ഡയറക്ടേഴ്സ് ഒരാളാണ് ഷാജിയേട്ടൻ. ഷാജിയേട്ടന്റെ അസുരവംശം മുതലുള്ള സിനിമകളൊക്കെ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുതിയൊരു ഫിലിം ലാംഗ്വേജ് വന്നൊരു ഫീലിംഗ് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ലൂസിഫർ ഒരു ഫിലിം സ്റ്റുഡന്റ് കാണുകയാണെങ്കിൽ, സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു ഫിലിം സ്റ്റുഡന്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൂസിഫറിൽ ഒരുപാട് ഷാജി കൈലാസ് ഇൻസ്പിറേഷൻ ഉണ്ട്, ജോഷി സാർ ഇൻസ്പിറേഷൻ ഉണ്ട്, ഭദ്രൻ സാർ ഇൻസ്പിറേഷൻ ഉണ്ട്. ഇവരെല്ലാം എന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ്. എനിക്ക് ഷാജിയേട്ടന് ഭയങ്കരമായിട്ട് ഞാൻ ആരാധനയോടുകൂടി നോക്കി നിന്നിട്ടുള്ളത് ഷാജിയേട്ടൻ ഡയലോഗ് സീനുകൾ ഷോർട്ട് വേർഡ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമുക്ക് ചില പുതിയ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സ് ചലഞ്ചിങ് ആയിട്ട് അവർക്ക് തോന്നാറുള്ളത്, ഇപ്പൊ 3-4 പേര് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്നു, ഒരു സ്ലോ മോഷൻ നടക്കുന്നു, കാർ വന്ന് നിർത്തുന്നു, ഇറങ്ങുന്നു, പോകുന്നു, അതൊക്കെ ഓക്കെ, ഒന്നും വേറൊന്നുമില്ല, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് 3-4 പേര് സംസാരിക്കുന്നു. അത്തരം ഒരു സീനിന് എങ്ങനെ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു സീനിന് എങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാക്കാം, ആ സീനിന് എങ്ങനെ ഒരു രോമാഞ്ചം കൊള്ളിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഷോർട്ട് ഡിവിഷൻ ഉണ്ടല്ലോ, അത് ഷാജിയേട്ടൻ ഭയങ്കര മാസ്റ്ററിയാണ് അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാന് ലൂസിഫറിൽ നിന്നെ രക്ഷിക്കാൻ ആരുണ്ടാ എന്ന് സ്റ്റീഫനോട് ബോബിയോട് സ്റ്റീഫൻ ചോദിക്കുമ്പോൾ ആ സീൻ, ആ 3 പേരുമുള്ള സീൻ എനിക്ക് ഭയങ്കര റെഫറൻസ് ആയത് ഒരുപാട് ഷാജി ഏട്ടന്റെ സിനിമകളാണ്. കാരണം ആ വൺസ് ലാലേട്ടൻ ആ മുറിക്കകത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ, 3 പേര് 3 സ്ഥലത്ത് ഇരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ ആ സീനിൽ ഞാൻ കാണുന്ന ഓഡിയൻസിന് ഒരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ടാക്കണം. അവിടെ ആ സീനിന് ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ ലാലേട്ടന്റെ ക്യാരക്ടറിന് വേണ്ടി ഓഡിയൻസ് കൈയടിക്കുന്നതിലേക്ക് ഞാൻ അതിനെ കൊണ്ട് എത്തിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മാസ്റ്ററാണ് ഷാജിയേട്ടൻ. അത് ഇപ്പോഴും അദ്ദേഹത്തിന് ആ സ്കില്ല് 100% ഉണ്ട്. അതെ.
മലയാളത്തിൽ നിന്നല്ല എല്ലാ ഭാഷകളിലെ എല്ലാ സിനിമകളും റിലീസിന് മുമ്പ് നമ്മളൊരു സൈബർ പ്രൊട്ടക്ഷൻ ടീമിനെ ഹയർ ചെയ്യാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവരെല്ലാവരും പ്രിവെൻഷൻ ടീം അല്ല, ക്യൂർ ടീമാണ്. കാരണം എന്താ വെച്ചാൽ സിനിമ ഇറങ്ങി ഓൺലൈനിൽ ടെലിഗ്രാം ലിങ്കുകൾ വരുമ്പോൾ ഓരോ ലിങ്ക് ആയിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് അവരുടെ ജോലി. അത് നമ്മളൊരു ആദ്യത്തെ 4 വീക്സ് നമ്മൾ ചെയ്യും. 4 വീക്സ് കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം ഡിജിറ്റൽ സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങിച്ച ആൾക്കാരിലേക്ക് മാറ്റി കൊടുക്കപ്പെടും. ചോദിച്ചത് ഒരു $1 million ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രി നേരിടുന്ന, നമ്മുടെ അല്ല സിനിമ വ്യവസായം നേരിടുന്ന, ഇന്നല്ല കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചസിലൊന്ന് ഈ പൈറസി തന്നെയാണ്. ഇതിന്റെ ഒരു അന്തിമ മരുന്ന് എന്ന് പറയുന്നത് മറ്റേ സൈഡിൽ നിന്നാണ് വരുന്നത്. പ്രേക്ഷകരെ തീരുമാനിക്കണം, വേണ്ട നമ്മൾ കാണുന്നില്ല, നമ്മൾ തിയേറ്ററിൽ കണ്ടോളാം, തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും OTT സർവീസിലോ അല്ലെങ്കിൽ ചാനലിലോ കണ്ടോളാം. പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ സിനിമ ഈ ഒരു യുദ്ധത്തിൽ പൂർണ്ണമായും പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുന്നത് ഈ പ്രേക്ഷക പിന്തുണ കാരണമാണ്. ഇന്നും ഒരു വലിയ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഇല്ല ഞങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടോളാം, തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും എഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്കുള്ളപ്പോഴും ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്നത്. അതല്ലെങ്കിൽ അതൊരു എത്ര ക്ലീഷേ ഡയലോഗാണ്, പക്ഷെ ഇത് കാരണം എത്ര പേർക്കാണ് ലോസ് ഉണ്ടാകുന്ന അറിയും. പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് കോഴ്സ്, ആ ലോസിന്റെ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ വരെ വരും. ഇപ്പോഴും അവർക്ക് ഇതിൽ എന്താണ് ഗെയിൻ എന്ന് മനസ്സിലാവുന്നില്ല. അത് എന്താണ് അവർ നേടുന്നത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. സോ അതിനൊരു പ്രിവെൻഷൻ ഇന്നും ഇല്ല. ഇപ്പോഴും ക്യൂറിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഓടി കിടക്കുന്നത്. ഈ മലയാളത്തില് ഇപ്പോഴത്തെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആടുജീവിതമാണ്. അപ്പോഴേക്കും ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. അപ്പോഴേക്കും എങ്ങനെയാണ് ഫസ്റ്റ് ഔട്ട് ലൊക്കേഷൻ വന്നു, എങ്ങനെയാണ് പൃഥ്വിയുടെ പ്രതീക്ഷകൾ? നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെയാണ് ആടുജീവിതത്തെ കുറിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആടുജീവിതത്തിന്റെ ഒരു 4 ദിവസത്തെ ഷൂട്ടിംഗ് ഇനി ബാക്കിയുണ്ട്. എന്റെ താടി കുറച്ചുകൂടെ വളർന്നിട്ട് ഞാൻ 3 ദിവസം അതിൽ ഷൂട്ട് ചെയ്യും. പിന്നെ ഒരു ദിവസം പിന്നെ എപ്പോഴേലും ഒരു ടൈലന്റ് പോലെ അതിന് ധൃതിയില്ല. അത് സിനിമയുടെ എഡിറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പ്രധാന ചലഞ്ച് എന്ന് പറയുന്ന മരുഭൂമിയിലെ ഷൂട്ട്, ഈ ഫോറിൻ രാജ്യത്ത് ഷൂട്ട് ചെയ്യുന്നത്, അത് പൂർണ്ണമായും കഴിഞ്ഞു. അതൊരു വലിയ സമാധാനമാണ്. ഇത്രയും ഒക്കെ നമ്മൾ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടും എവിടെയും ഒരു കോംപ്രമൈസിലേക്ക് ആ സിനിമ പോയില്ല എന്ന് പറയുന്നത് 100% ബ്ലസ്സി എന്ന സംവിധായകന്റെ അദ്ദേഹത്തിന്റെ ഒരു കഴിവും അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റും കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. റഹ്മാൻ സാർ വന്നിരുന്നു. ഇൻഫാക്ട് റഹ്മാൻ സാർ ഞങ്ങളുടെ ഈ സിനിമയോട് കാണിക്കുന്ന ഒരു സ്നേഹം ഞങ്ങൾക്ക് ഭയങ്കര പ്ലസന്റ്ലി സർപ്രൈസിംഗ് ആണ്. അദ്ദേഹത്തിന് ഒറിജിനലി ഞങ്ങൾ പറഞ്ഞിരുന്നത് ഒറിജിനൽ പ്ലാൻ സിനിമയിൽ റീ റെക്കോർഡിങ്ങും ഒരു പാട്ടും എന്നുള്ളതാണ്. ഈ സിനിമയുടെ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹമായിട്ടാണ് ഇങ്ങോട്ട് 3 പാട്ടുകൾ തന്നത്. പിന്നെ റഹ്മാൻ സാർ എന്നെ ബ്ലസ് ചേട്ടനോട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലേ, അവിടെ റീ റെക്കോർഡിംഗ് വേണം, ഒരു ചെറിയൊരു പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ബെജോയിങ് ബേസ്ഡ് ഒരു സോങ് ഇപ്പൊ ഈ ഷെഡ്യൂളിന്റെ സമയത്ത് വീണ്ടും അയച്ചു തന്നു. വെറുതെ ചോദിച്ചാണ് സാർ വരുമോ ജോർഡനിലേക്കെന്ന്. കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചോളൂ, ഞാൻ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് നേരെ അങ്ങോട്ട് നിങ്ങളുടെ ലൊക്കേഷനിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് വന്നു. ഒരു 2.5 days ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ റഹ്മാൻ സാറിനെ ഉൾപ്പെടുത്തി ആടുജീവിതത്തിന് വേണ്ടി ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തു. അത് അദ്ദേഹമാണ് ആ മ്യൂസിക് വീഡിയോ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസിനോട് അടുപ്പിച്ച് ഞങ്ങൾ ആ പാട്ടും ആ മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്യും. അദ്ദേഹം അവിടെ വന്ന് ഞങ്ങളുടെ ക്രൂവിനോട് പെരുമാറിയതും ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചതും ആ സീൻ എടുത്ത് തന്നെ കാണിക്കാമോ, ഫുട്ടേജ് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതുമല്ല. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമ്മളെന്തോ ഭയങ്കര സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഫീലിംഗ്. അപ്പൊ അതിന് അദ്ദേഹത്തിനോട് വലിയൊരു നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ആൻഡ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ വർക്ക് ഇൻ ദ ഫിലിം ഇസ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അന്ന് അത് ഇന്നും 8 വർഷ ചിത്രങ്ങളോട് കാണിക്കുന്ന മറ്റുള്ള ഓഡിയൻസിലേക്ക് നമ്മൾ ബേസിക്കലി ഞാൻ നേരത്തെ കടുവയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതിന്റെ ഒരു എക്സ്ട്രപ്പുലേഷൻ ആണ് ഇപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം. കാരണം എന്താണ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല മറ്റു ഭാഷകളിലേക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു തോന്നല് വരുന്നത് എവിടെയാണ്, എത്തരം സിനിമകളിലാണ് അല്ലെ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ മാസ് എന്റർടൈനേഴ്സ് ആണ് നമുക്ക് എപ്പോഴും. മലയാളത്തിലൊക്കെ സിനിമകൾ ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു അടിച്ചുപൊളി ഫസ്റ്റ് ഡേ തിയേറ്റർ എക്സ്പീരിയൻസ്. ഓഫ്കോഴ്സ് വല്ലപ്പോഴും ഉണ്ടാവും, അതല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുക അന്യഭാഷ ചിത്രങ്ങളിലാണെന്നൊരു നരേറ്റീവ് ഇവിടെ ഉണ്ട്.
അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ അത്തരം സിനിമകളും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകണമെന്ന്. ഇപ്പൊ ഈ ഒറ്റ സിനിമ ഞാൻ ഡബ് ചെയ്ത് 5 ഭാഷകളിൽ അതാത് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്തുകൊണ്ട് ഈ ഒറ്റ സിനിമ കൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മറിഞ്ഞ് എല്ലാം ഭയങ്കരമാകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഇത് എവിടെയെങ്കിലും തുടങ്ങണ്ടേ, എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. അടുത്ത സിനിമയാകട്ടെ, അല്ലെങ്കിൽ ഒരു പീരിയഡ് സിനിമ വരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ ഒരു കേരളത്തിന് പുറത്ത് നടക്കുന്ന ഒരു കഥ ഒരു പാൻ ഇന്ത്യൻ പോലെ നോക്കുക. അങ്ങനെ ഇത് തള്ളി പോകും. മാത്രമല്ല അങ്ങനെ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരുന്നാൽ ഇത് ചില സിനിമകൾക്ക് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയായി മാറും. ഈ വൈഡ് റിലീസ് എല്ലാ ഭാഷകളിലുമുള്ള വേർഷൻസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നോമാകണം. ഇനിയിപ്പോ ഇങ്ങനെ ആയിരിക്കണം. എന്റെ ആഗ്രഹം ഇനി എല്ലാ വലിയ മലയാള സിനിമകളും എല്ലാ മേജർ മെട്രോ സിറ്റീസിലും പോയിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി മീറ്റിംഗ് എല്ലാം നടത്തി ലാസ്റ്റ് വന്ന് ഇവിടെ ഒരു ക്ലൈമാക്സ് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടൊപ്പം ഇവിടെയാണ് പ്രീ റിലീസ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിന്റെ എന്റെ ആഗ്രഹം. അങ്ങനെയാണ് എന്റെ സിനിമകൾക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും അങ്ങനെ ആയിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവട്ടെ. മറ്റാരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം. Okay, what do you think? As a Bollywood actor, what do you think? The change is happening slowly. We are getting more response and audience. What is your opinion about the South Indian film industry as now? No, it's amazing. I'm really, really happy for all my friends, my family in South India for the success that they're achieving. And the quality of Southern cinema has always been amazing. I truly believe that technicians from the South, directors, writers, DOPs, they have been not just in a best in India class, but world class. And I'm really, really happy that they're getting pan-India national recognition. People are enjoying their stories because I truly believe that emotion has no language. If you can connect with people and they enjoy the story, it's amazing. And OTT, I think, is making the world smaller. So suddenly you and I are sitting here and watching a Korean show called Squid Game. And we're both loving it and writing about it, right? There's nothing to do with either Malayali culture or Punjabi culture or any kind of Indian culture. And yet we are connecting with it because it's a great story and it's well told. I think that is making the world a smaller space. And I'm looking forward to the time where we remove the geographical boundaries and start to collaborate a lot more. Part of the reason why I consciously decided that I want to do one film in each southern language at least, and open my mind and my heart out to collaborate with all my southern colleagues and said, listen man, if you ever need me, I'm here. I'm there with you. Forget about money, forget about everything else. I really want to be a part of your cinema also and build that relationship. And I've really enjoyed between these two films my association with Malayalam cinema, and I'm looking forward to doing a lot more. We are happy, sir. Such a great actor cooperating with us. It's very happy to us also. Thank you for the love. Thank you so much. Listin എഴുതാണ്. ലിസ്റ്റിൻ ഇവിടെ ലിസ്റ്റായി ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഏറ്റവും ലിസ്റ്റിൻ നിർമ്മിച്ച സിനിമയിൽ ഏറ്റവും പണം മുടക്ക് കൂടുതലുള്ള സിനിമയാണെന്ന് ലിസ്റ്റിൻ പറഞ്ഞു. അത് നമ്മൾ സിനിമ കണ്ട് നമ്മൾ പ്രേക്ഷകർ വിലയിരുത്തുകയും ചെയ്യും. ആ സിനിമ അത്രമാത്രം പണം മുടക്കിയിട്ടുണ്ടോ. മറ്റൊരു കാര്യം, ലിസ്റ്റിൽ ഈ ലൊക്കേഷനിൽ പല ദിവസങ്ങളും ലിസ്റ്റിൽ പങ്കെടുത്താണ്. പല വിവാദങ്ങളും ലൊക്കേഷനിൽ ഉണ്ടായതാണ്. അവിടെ ഒരു സമരം നടന്നിരുന്നു, ലൊക്കേഷനിലേക്ക് ഒരു മാർച്ച് നടന്നിരുന്നു. അതോടൊപ്പം കോടതിയുമായി വലിയൊരു പോരാട്ടം നടത്തി. അങ്ങനെയാണ് ഈ സിനിമ റിലീസ് നടത്തുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു പോരാട്ടം എങ്ങനെയാണ് കാണുന്നത്? കോടതിയിൽ നിന്ന് ഒരു വിധിയുടെ കാര്യം ഉണ്ടായി, കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വന്നിരുന്നു. അത് കോടതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി എന്ന് പറയുന്നത് അവർ പറയുന്നു അനുകൂലമായിട്ടില്ല എന്ന് വീണ്ടും അവർ ഈ കോടതിയിൽ പോകുന്നു, ഇരുന്നാർക്കട കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് കാണുന്നത്? ഇല്ലല്ല, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ വിമാനം ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഹെവി എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള. അപ്പൊ അതുകൊണ്ടിട്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതൊരു പ്രോസസ്സാണ്. ഒരാൾ കേസ് കൊടുക്കുന്നു, നമ്മൾ അതിനെ അഗൻസ്റ്റ് ആയിട്ട് ഈവൻ കൊടുക്കുന്നു. കുഴപ്പമില്ല, പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് സ്മൂത്തായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ അവിടെ ഉണ്ടായിരുന്ന നിങ്ങളിപ്പോ ലൊക്കേഷൻ എല്ലാം പൃഥ്വിരാജോടൊപ്പം നിങ്ങൾ അവിടെ രണ്ടുപേരും ഉണ്ടാകുമ്പോൾ കുറെ രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റിയ ഒരു അനുഭവം എന്തായിരിക്കും പൃഥ്വിരാജുമായിട്ട് അവിടെ ഉണ്ടായ രസകരമായ അനുഭവം? അല്ല, ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിട്ടിരിക്കുവായിരുന്നു കോട്ടയത്ത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ക്ലൈമാക്സ് ഒരു 8-9 ദിവസമായിരുന്നു പ്ലാൻ ചെയ്തത്. അത് പക്ഷേ ഒരു 14-15 ദിവസത്തോളം പീവിന് പോയി. അതുകൊണ്ടിട്ട് ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു. 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പിന്നെ പള്ളി പെരുന്നാൾ, അങ്ങനത്തെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു.
അപ്പം ഇതിങ്ങനെ മാറിപ്പോയിട്ട് മുമ്പേ വിവേക് തന്നെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യും, പിന്നെ അതങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ അത് നിന്നു പോവും, പിന്നെ വീണ്ടും അത് നെക്സ്റ്റ് ഡേ ഷൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഡേറ്റ്സ് തള്ളിപ്പോയപ്പോൾ വിവേക് ഡേറ്റ് ഇല്ല, രാജുവിനാണേലും ഇത് തീർത്തിട്ട് ആടുജീവിതത്തിന്റെ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനവിടെ നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുക, വലിയ സെറ്റപ്പ് അവിടെ ഉണ്ട്, പള്ളി പെരുന്നാള്, ആളുകള്, കടകള്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മള് ഈ പോത്തുകള്, പന്നിക്കൂട്ടങ്ങളൊക്കെ ഇവനുണ്ടായിരുന്നു. അപ്പൊ 100-500 പന്നികൾ വന്നു കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അവിടെ ഉള്ളവര് തന്നെ അതിന് തന്നെ ഭയങ്കര മണമായിരുന്നു, അതുകൊണ്ടിട്ട് അത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഈ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വലുപ്പമുള്ള പോത്താണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിങ്ങനെ ഒത്തിരി പോത്തുകളുണ്ട്. അപ്പൊ അതിനാണെങ്കിലും ഇത് ഡെയിലി ഭയങ്കര എക്സ്പെൻസ് ആയി. ഇതിനൊരു 1.5 ലക്ഷം രൂപ ആവും. അത്രയും പോത്തുകൾക്ക് 1.5-2 ലക്ഷം രൂപ ആവും ഭക്ഷണം തന്നെ കൊടുക്കാനായിട്ട്. അപ്പൊ അത് കൊടുത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഡേറ്റ് ഇങ്ങനെ തള്ളിപ്പോയപ്പോ പറഞ്ഞു, അതായത് ഇവർക്ക് ഡേറ്റ് ഇല്ല, അതായത് ബ്രോയ്ക്ക് ഡേറ്റ് ഇല്ല, എനിക്ക് പോണ ലിസ്റ്റിന് ഇത് പെട്ടെന്ന് എന്റെ എടുത്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് പറയാം, എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പോത്ത് തന്നവൻ പറഞ്ഞ്, കൃഷ്ണെ നാളെയും കൂടെ ഉള്ള ഈ പോത്തിന്റെ ഷോട്ട് എടുക്കുന്നില്ല. പോത്തിനോട് പറഞ്ഞ്, കൃഷ്ണെ ഈ ഞായറാഴ്ച ഇത് വെട്ടാനുള്ള പോത്താണ്, നിങ്ങൾ ഷൂട്ട് ചെയ്യോ ഷൂട്ട് ചെയ്തില്ലയോ. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, എടാ നീ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യും, ഇതിനുള്ള ഭക്ഷണം നമ്മൾ ഇപ്പം കൊടുക്കാം, നമ്മൾ തരാം. ഭക്ഷണത്തിന്റെ അല്ലേ, നിങ്ങൾ ഭക്ഷണം തന്നാലും പൈസ ഒന്നുമല്ല പ്രശ്നം, ഈ ഞായറാഴ്ച വെട്ടാൻ പോത്തില്ല, സംഗതി ഞായറാഴ്ച പോത്ത് കൊടുക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് ഷാജിനോട് പറഞ്ഞു, ഷാജിന് ഇപ്പം വിവേക് ഡേറ്റ് ഇല്ലായിരിക്കും, പൃഥ്വിരാജിന്റെ ഡേറ്റ് ഇല്ലായിരിക്കും, പക്ഷെ പോത്ത് അവിടെ കിട്ടത്തില്ല, പോത്തുകാരനായിരുന്നാലും ഞായറാഴ്ച ഉണ്ടാവത്തില്ല, അതുകൊണ്ടിട്ട് നീ പോത്തിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം, ഞാൻ എങ്ങനെയാണ് പോത്തിന്. അപ്പൊ ഷാജിനും ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്, കാര്യം എങ്ങനെയൊരു ഷൂട്ട് നടക്കുന്നു. കാര്യം അപ്പൊ അവിടെ ചപ്പാത്തി കിട്ടിയില്ല, ഒരുത്തിന് പൂത്ത ചപ്പാത്തി, ഇത് നമ്മളാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ഓരോ കടകളിൽ നിന്ന് വാങ്ങുന്നതല്ലേ, ഇത് കൂട്ടുള്ള വർത്തമാനങ്ങളുടെ ഇടയിൽ. അപ്പം പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പോത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആർട്ടിസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനിയും അതായത് നമ്മുടെ പറയുന്നുണ്ട് ഈ അടുത്ത സമയത്ത് റിയലിസ്റ്റിക് സിനിമകളാണ് മലയാളത്തിൽ കൂടുതൽ മുന്നോട്ടുള്ളത്. അപ്പം നമ്മുടെ അന്യഭാഷാ സിനിമകളിലൊക്കെ ഈ നായകൻ അമാനുഷിക കഥാപാത്രം പോലെ തല്ലുന്നു, പോലീസിനെ അടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ വരുന്നു. അപ്പൊ അത്തരം കഥാപാത്രങ്ങൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ, ഒരു നിരൂപക വശത്ത് നിന്ന് ഒരു എഴുതിക്കൊല്ലുന്ന രീതിക്ക് പ്രവണതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണും? എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നൊരു കാവിയറ്റ് ഒന്നും ആർക്കും വെക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിനിമയുടെ റിലീസിന് മുമ്പായിട്ട് വളരെ ഓണസ്റ്റ് ആയിരിക്കും ആ സിനിമയുടെ മേക്കേഴ്സ്. ഇപ്പൊ നിങ്ങളോട് ഈ സിനിമ എന്താണെന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പൂർണ്ണ സത്യസന്ധതയോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഇത് എത്തരത്തിലുള്ള സിനിമയാണ്, എത്തരത്തിലുള്ള സിനിമ ചെയ്യാനാണ് ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്തരത്തിലുള്ള സിനിമ കാണാൻ പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ വരാൻ, എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ആ കാര്യത്തിൽ യാതൊരുവിധ കൺഫ്യൂഷൻ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞാലും നായകൻ 10 പേരെ ഇടിക്കുന്ന സീൻ ഇതിലുണ്ട്. നായകൻ ഭയങ്കരമായി 5-6 പേര് ഒരുമിച്ച് വന്നാലും നായകനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ ഇതിലുണ്ട്. അതെല്ലാം ഈ സിനിമയിലുണ്ട്. ഒപ്പം അത്തരം സീനുകൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയും ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ കുറെ ഒരു 5 ഫൈറ്റ് എടുത്തിട്ട് ഈ ഫൈറ്റുകൾക്കിടയിൽ കുറച്ച് സീനുകൾ കുത്തിക്കയറ്റി അങ്ങനത്തെ ഒരു സിനിമയല്ല. അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്ലോട്ട് ഉണ്ട്, കഥയുണ്ട്, ആ കഥാഗതി സഞ്ചരിക്കുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ഈ പറഞ്ഞ എല്ലാം ഇതിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഒരാൾക്ക് 7 പേരെ ഇടിക്കാൻ പറ്റുമോ എന്നൊക്കെയാണെങ്കിൽ ഈ സിനിമയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഈ സിനിമ ഞാൻ കണ്ടു, തിയേറ്ററിൽ ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ആക്ഷൻ സിനിമകളും ഇത്തരം ഫൈറ്റുകളൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഒപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥയും രസകരമായിട്ടുള്ള കുറെ സീനുകളും ഞാൻ കണ്ടു എന്നതാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തോന്നേണ്ടത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് ഒരു ക്ലെയിമും ഇല്ല. അതിനപ്പുറത്തേക്ക് സിനിമ ഇത്തരത്തിലുള്ള സിനിമയാണെന്നോ അത്തരത്തിലുള്ള സിനിമയാണെന്നോ ഒരു അവകാശവാദങ്ങളും ഇല്ലാത്ത സിനിമയാണ്. പിന്നെ എനിക്കൊരു തോന്നലുണ്ട്, നമ്മൾ മലയാളത്തിൽ നല്ല സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ. ഒപ്പം ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകണം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് സിനിമകൾ ചെയ്യാൻ പറ്റാത്ത ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി എന്നൊരു നറേറ്റീവ് ഉണ്ടാകാൻ പാടില്ല. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. വെബ് സീരീസ് ഞാൻ കണ്ടില്ല, നല്ലതെന്ന് കേട്ടു.
ഓൾറെഡി ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോംസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനെ സമീപിച്ചു കഴിഞ്ഞു. ഒരു വെബ് സീരീസ് ചെയ്ത് അവർക്ക് കൊടുക്കാമോ എന്ന ചോദ്യമായിട്ട്. അതിൽ ഒരെണ്ണം മോർ ഓർ ലെസ് ചിലപ്പോൾ ഞാൻ ഗ്രീൻ ലൈറ്റ് ചെയ്ത് ചിലപ്പോൾ നടന്നേക്കാം. ഞാൻ അഭിനയിക്കുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ച് ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാരംഭഘട്ട ചർച്ച നടക്കുന്നതേ ഉള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഈക്വലി ഡിസേർവിംഗ് ആണ്. ഇപ്പോ വിവേകിന്റെ ഇൻസൈഡ് എഡ്ജ് എന്ന് പറയുന്ന വെബ് സീരീസ് ഇസ് സച്ച് എ ഹ്യൂജ് സക്സസ്. യു ആർ ഓൺ സീസൺ 3 now. സീസൺ 3 വിവേക് ഇപ്പൊ രോഹിത് ഷെട്ടി ചെയ്യുന്ന പോലീസ്, ഇന്ത്യൻ പോലീസ് എന്ന് പറയുന്ന സീരീസിൽ സിദ്ധാർത്ഥ് മൽഹോത്രയും വിവേകുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അറിയാം അതിന്റെ റവന്യൂ എന്താണ്, ആദ്യത്തെ സീസൺ എത്ര രൂപയ്ക്കാണ് അവർ മൗണ്ട് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. അത് അത്രയും സ്കെയിലുള്ള ഒരു ബോളിവുഡ് ഫിലിമിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് കറക്റ്റ്ലി അത്ര ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സിനിമയ്ക്ക് അത്ര വലിയ ബഡ്ജറ്റ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പൊ അതൊരു ലെജിറ്റിമേറ്റ് ഒരു ഫോം ഓഫ് എന്റർടൈൻമെന്റ് ആണ് ഇന്ന്. എനിക്ക് ഐ വുഡ് ലവ് ടു ഡു ഇറ്റ്. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വെബ് സീരീസിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യം തന്നെയാണ്. ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തവര് ചോദിക്കുന്നത് സാർ പറഞ്ഞല്ലോ, സച്ചി സാർ തുടങ്ങി വെച്ച ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടേഴ്സ് അതിന്റെ ഒരു ട്രിലോജി ആയിട്ട് ഈ സിനിമ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോ നമ്മള് അതിന്റെ അയ്യപ്പനും കോശിയിലെ ആ കോശി കുര്യന്റെ ഒരു ആ ലുക്സും ആ ഒരു പിക്ചറും പിന്നെ ഇത് കടുവയിലേക്ക് വരുമ്പോൾ കടുവാക്കുന്നതിൽ വാച്ചന്റെ ഒരു പിക്ചർ ഒരു സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ്സ് ഇതിലുണ്ട്? സത്യത്തിൽ ഈ മെയിൻ ഈഗോയുടെ ട്രിലജി എന്ന വാക്യം സച്ചിയാണ് എന്നോട് ആദ്യം പറയുന്നത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് അയ്യപ്പനും കോശിയും കഴിഞ്ഞ് സച്ചി എന്നെ വെച്ച് അടുത്ത ചെയ്യാനിരുന്ന സിനിമ വിലായത്ത് ബുദ്ധയാണ്. വിലായത്ത് ബുദ്ധ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിലും രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു ഈഗോ ടസലുണ്ട്. അന്ന് സച്ചിയാണ് തമാശക്ക് എന്നോട് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ മെയിൽ ഈഗോ ട്രിലജി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതിനിടയിൽ കടുവ വന്നു. കടുവയും അതുപോലത്തെ ഒരു സിനിമയാണ്. വിലായത്ത് ബുദ്ധ ഞാൻ ചെയ്യുന്നുണ്ട്. സച്ചിയുടെ അസോസിയേറ്റും എന്റെയും അസോസിയേറ്റ് ആയ ജയൻ നമ്പ്യാറാണ് ഇപ്പോൾ ഡയറക്ട് ചെയ്യുന്നത്. ഇതില് കടുവാക്കുന്നതിൽ കുറുവച്ചൻ എന്ന് പറയുന്ന കഥാപാത്രവും കോശി കുര്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം കോശി ഒരു അണ്ടർ അച്ചീവറാണ്. കോശി ഒരു ഉഴപ്പനാണ്. കോശി ലൈഫിൽ വലിയ ആസ്പിറേഷനോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ എന്തായാലും അപ്പന് കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നടത്തി അയാളുടെ വെള്ളോടിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞൊരു ഉഴപ്പനാണ്. കുറുവച്ചൻ അതല്ല. കുറുവച്ചൻ ഭയങ്കര അച്ചീവറാണ്, ഭയങ്കര സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണ്, സക്സസ്ഫുൾ പ്ലാനർ ആണ്, ഭയങ്കര പ്രൗഡ് ഫാമിലി മാൻ ആണ്. അയാളുടെ നാട്ടുകാർക്കും അയാളുടെ വീട്ടുകാർക്കും എല്ലാം ഭയങ്കര ഉപകാരവും സഹായവും ചെയ്യുന്ന ഒരാളാണ്. അത് തന്നെയാണ് ആക്ച്വലി ജോസഫ്. സെയിം ആണ് ജോസഫ്. ഇൻഫാക്ട് കുറുവച്ചൻ ജോസഫും തമ്മിൽ ആദ്യം കാണുന്ന സീനിൽ കുറുവച്ചൻ ജോസഫിനോട് ആദ്യം പറയുന്നത്, എടോ താൻ നിങ്ങൾ പാലാക്കാരുടെ അഭിമാനമാകട്ടോ എന്നാ ജോസഫിനോട് കുറുവച്ചൻ ആദ്യം പറയുന്നത്. അപ്പൊ അത്തരത്തിൽ രണ്ട് ക്യാരക്ടേഴ്സ്. അപ്പൊ അതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ക്യാരക്ടേഴ്സ്. Sorry? The question is to Vivek. So we have some huge fans of the show inside here. Thank you. We would like to know if there will be a fourth season coming up. Even I'd like to know. No, I think the contract that we all signed was a 3-season contract. It's one of Amazon's most successful shows, and Prime Video's very excited about planning the future of it. Because I think it was also India's first Emmy-nominated show. So it's done phenomenally well for both the platform, for all of us involved. But I think the plan is to decide whether to do a 4, 5, 6. You have 1, 2, 3. Then whether there is a plan to decide a 4, 5, 6, which is why the end of 3 is open-ended, because they may look at doing that. But that's a big commitment from everybody involved, right? So we started when nobody even heard of OTTs in India at that time, and now it's a big craze. So currently with the same platform with Prime Video, I'm doing India's biggest show, I think. It's called Indian Police Force, which Rohit Shetty's created his, like you have the Marvel Comics universe, the MCU, you have the RCU, which is Rohit's cop universe. And he's mounted that on a phenomenal scale. I was just sharing with Prithvi the other day that this is allowing us to explore a certain kind and style of content making, which normally films will not allow you to do. So it's very exciting, and I hope that both of us get to do something exciting together on the OTT space.
So this will be the last question. Okay? The last question. ഓക്കെ ഇപ്പം ലാലേട്ടന്റെ കൂടെ ലൂസിഫർ, ബ്രോഡാഡി ഇതിലൊക്കെ അഭിനയിച്ചു. അപ്പം ആക്ഷൻ ലൂസിഫറിൽ രാജേട്ടൻ നേരത്തെ പറഞ്ഞു ലൂസിഫറിനെ കുറിച്ച് ഇപ്പൊ ഷാജിയേട്ടന്റെ ഫിലിമിന്റെ ഇതിലെ ഒരു ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതേപോലത്തെ ആക്ഷൻ ഫിലിം ഇപ്പം വെയിറ്റിംഗ് ആയിട്ടുള്ള ഇപ്പം ഇവിടെ ഇപ്പം ലാലേട്ടൻ ഫാൻസ് ഉണ്ടാവും, മമ്മൂക്ക ഫാൻസ് ഉണ്ടാവും, രാജുവേട്ടൻ ഫാൻസ് ഉണ്ടാവും. താങ്ക് യു. അപ്പം ഓക്കെ, അപ്പം ഇനിയിപ്പം മമ്മൂക്കയും ഒരു ആക്ഷൻ പടം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇനി പ്രതീക്ഷിക്കാമോ പ്രേക്ഷകർ? അയ്യോ, എനിക്ക് നമുക്ക് വെച്ചാൽ ഞാൻ സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ പോകും. അപ്പൊ ഈ ലൊക്കേഷന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഷാജിയേട്ടൻ ഈ മമ്മൂക്കനെ വെച്ചിട്ട് ഒരു പടം, ഒരു ആക്ഷൻ പടം എടുക്കണം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും എന്നോട് അങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി പലതും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഇപ്പൊ ഷാജിയേട്ടനാണെങ്കിൽ ഉറപ്പായിട്ട് എടുത്ത് സംസാരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ തന്നെ വണ്ടി എടുത്ത് പോയി നമുക്ക് എടുത്ത് സംസാരിക്കും. എനിക്ക് പോകും, എന്താണ് കുഴപ്പം? എനിക്കല്ലേ ഗുണം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കടുവ. താങ്ക് യു സോ മച്ച്. റിലീസ് 30 നിന്ന് മാറ്റി 7-ാം തീയതി. അപ്പൊ എന്തെങ്കിലും ഈ പ്രൊമോഷന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആണോ? ഞങ്ങൾക്ക് ഒരു സിനിമയുടെ ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നു, അത് തീരുന്നു. പക്ഷെ ആ ലിറ്റിഗേഷൻ ബേസ് ചെയ്തിട്ട് സെൻസറിന് പോകുമ്പോൾ ഒരു പ്രോട്ടോകോൾ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് സെൻസറിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഫോർമാലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് സെൻസർ വൈകി, അതാണ് കാര്യം. Okay, thank you. There's like one more question. That will be the last question. Last question ആയിരിക്കും. സംഘടനയുമായി സഹകരിക്കാത്ത നടന്മാർക്ക് ആനുകൂല്യം ഉണ്ടാവില്ല. 2 വർഷത്തോളം സംഘടനയുടെ പരിപാടികളിൽ പങ്കെടുക്കാത്തവർക്ക് ആനുകൂല്യം ഉണ്ടാവില്ല. ഇത് ഇന്നലെ അമ്മ സംഘടനയിൽ പറയുകയുണ്ടായി. അതിനോട് എന്താണ്? എനിക്ക് സത്യത്തിൽ ഇന്നലെ അമ്മ സംഘടനകളുടെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അവിടുന്ന് ഒരു ഇമെയിൽ വരുമായിരിക്കും, ഇതൊക്കെയാണ് സംഘടനയിൽ എടുത്ത തീരുമാനങ്ങൾ. അത് വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ ഈ വിജയ് ബാബുവിനെതിരെ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രം മതി നടപടി എന്നൊരു നിലപാട് കൂടെ അമ്മ എടുത്തിട്ടുണ്ട്. ആ നിലപാടിനോട് പൃഥ്വിരാജിന്റെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു 1-on-1 ചാനൽ ഞാൻ നിലപാട് പറയാം. This I would like to keep the narrative to Kaduva and its promotions. Thank you a lot because നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട്.